പറക്കമുറ്റാത്ത പ്രായത്തിൽ ദുരന്തം വേട്ടയാടിയ 2 കുരുന്നുകൾ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതോടെ അനാഥരായി തീർന്ന 2.5 വയസ്സുകാരിക്കും അവളുടെ കുഞ്ഞനിയനും അഭയം നൽകിയത് തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയാണ്. പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയുമെല്ലാം അവിടുത്തെ ആയമാരായിരുന്നു. എന്നാൽ നഷ്ടപ്പെടലിൻ്റെ വേദനയേക്കാൾ അവരെ മുറിപ്പെടുത്തിയ ഒട്ടേറെ ദുരനുഭവങ്ങൾ ശിശുക്ഷേമ സമിതിയിൽ വെച്ചുണ്ടായി. കഴിഞ്ഞ ദിവസം കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ ഒരു ആയ മുറിവേൽപ്പിച്ചു. വർഷങ്ങളായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അജിതയാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചത്. പരാതിക്ക് പിന്നാലെ അജിത ഉൾപ്പെടെ 3 പേരെ പോക്സോ കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ശിശുക്ഷേമ സമിതിയിലെ ആയമാരായ കരിമഠം സ്വദേശിനി അജിത, ശ്രീകാര്യം സ്വദേശിനി മഹേശ്വരി, കല്ലമ്പലം സ്വദേശിനി സിന്ധു എന്നിവരെയാണ് 2.5 വയസ്സുകാരിയോട് ക്രൂരത കാണിച്ചതിന്റെ പേരിൽ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം ആരോപണങ്ങളോട് പ്രതികരിക്കാൻ മൂവരും തയ്യാറായില്ല. എന്താ പറ്റിയത്? എന്താണ് പറ്റിയത്? എന്താണ് സംഭവിച്ചത്? ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദേഹത്ത് നഖപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സ്വകാര്യ ഭാഗത്ത് പൊള്ളലേറ്റെന്ന് സ്ഥിരീകരിച്ചതോടെ ആയമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ന്യൂസ് 18നോട് വ്യക്തമാക്കി. ആദ്യം മെഡിക്കൽ എടുക്കും. മെഡിക്കൽ ഇപ്പം നുള്ളിയ പാട് കണ്ടപ്പോൾ ഞങ്ങൾ മെഡിക്കൽ എടുത്തു. അതിൻ്റെ ഒരു എന്താണ്, നുള്ളിയതാണോ, ഇപ്പോൾ കുട്ടികൾ ഏതാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. കൊതുക് കടിച്ച് കുട്ടി ചൊറിഞ്ഞതാണോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ചെറിയ നഖത്തിൻ്റെ ഒരു പാടാണ് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ കൊതുക് കടിച്ചിട്ട് കുട്ടി തന്നെ ചൊറിഞ്ഞ് മുറിഞ്ഞതാണോ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് മെഡിക്കൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് മെഡിക്കൽ എടുത്തത്. ആ കുട്ടി ഉണ്ടായിരുന്ന സെക്ഷന് മുഴുവൻ ആളുകളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. എല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. ഇത്തരം സംഭവം ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായും ഇത് വളരെ തീർച്ചയായും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവത്തെ പോലും വച്ചുറപ്പിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ നടപടിയിലേക്ക് പോയത്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.